നമസ്കാരം. ഇന്ന് തത്വമയി ന്യൂസിന് ഒപ്പമുള്ളത് സാമൂഹിക നിരീക്ഷകനും ഭൗമശാസ്ത്രജ്ഞനുമായ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസാണ്. നമസ്കാരം സാർ. നമസ്കാരം. സർ, ഒരുപാട് വിഷയങ്ങൾ അടിക്കടിയായിട്ട് ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. നന്ദഗോവിന്ദം ഭജൻസിൻ്റെ വിഷയം വരുന്നു. അതിനു മുന്നേ തന്നെ മന്ദിക്ക് മുന്നിലുള്ള കൃഷ്ണൻ്റെ വിഷയം വന്നിരുന്നു. അതിനുശേഷം നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പ്രശ്നം വന്നിരുന്നു. അതിനുശേഷം തുടർച്ചയായിട്ട് തൃശ്ശൂർ പൂരത്തിലെ അട്ടിമറിയാണ് എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കശ്മീരിൽ നിന്ന് ഒരു മുസ്ലിം യുവാവ് ഗുരുവായൂരിൻ്റെ നാലമ്പലത്തിനടുത്ത് വെച്ച് കാണാനിടയായി. ഈദ് മുബാറക്ക് എന്ന് പറയുന്നൊരു മുഠായിയൊക്കെ വിതരണം ചെയ്തു. ഇതിന് പിന്നിൽ ഈ തുടർച്ചയായിട്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടോ? ഗൂഢാലോചനയ്ക്കപ്പുറം ഗൂഢാലോചന ഉണ്ട്. ഗൂഢാലോചന പല കാര്യങ്ങളിലും ഗൂഢാലോചന ഉണ്ട്. സംഘടിതമായ മതം മാറ്റം, സ്നേഹം കൊണ്ടുള്ള മതം മാറ്റം, ആക്രമിച്ചുള്ള മതം മാറ്റം, ഒന്നുകൊണ്ടുള്ള അങ്ങനെ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. ഇന്ത്യയിലും കുറേ വർഷങ്ങൾ, എത്രയോ വർഷക്കാലം, എത്രയോ വർഷം എന്ന് പറയുമ്പോൾ ഒരു 2000 വർഷത്തിൽ 700ഓളം വർഷം മുസ്ലിം രാജാക്കന്മാരിവിടെ ഭരിച്ചിരുന്നു. അതിൽ നല്ല രാജാക്കന്മാരുണ്ട്, മതം മാറ്റമൊന്നും നടത്താത്ത. അപ്പോൾ അന്ന് ഭരിച്ചു പോയ രാജാക്കന്മാരുണ്ട്. എന്നാൽ ഭൂരിപക്ഷം രാജാക്കന്മാരും അങ്ങനെയല്ല. ഇവിടെ വിഗ്രഹങ്ങൾ പൊട്ടിക്കുക, അങ്ങനെയാണല്ലോ ബാബരീസ് മസ്ജിദ് വിഷയമൊക്കെ വരുന്നത്, രാമക്ഷേത്ര വിഷയമൊക്കെ അങ്ങനെയാണല്ലോ വരുന്നത്. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ട്. പിന്നെ അത് സെമറ്റിക് മതമായിട്ടുള്ള മറ്റൊരു മതത്തിൻ്റെ രണ്ട് മതങ്ങളുടെ ഒരു പ്രശ്നം. ഇപ്പോൾ ഹിന്ദു മതമാണോ എന്ന് ചോദിച്ചാൽ മതമല്ല. എന്നാൽ മറ്റ് രണ്ട് മതമെന്ന് പറയുമ്പോൾ ഹിന്ദു ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടി മതമെന്ന് പറയേണ്ടി വരും, ഹിന്ദുമതം. പക്ഷേ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ അങ്ങനെ ഒന്ന് പഠിച്ചാൽ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രത്യേകത, സർവ്വതന്ത്ര സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിനെ അടക്കം വിമർശിക്കാനും വിമർശിക്കാതിരിക്കാനും ചാർവാഹകന്മാരും വലിയ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ മറ്റേ രണ്ട് സെമറ്റിക് മതങ്ങളാണ്. ഹിന്ദുമതത്തെ സംബന്ധിച്ചിടത്തോളം ഒരാളിനെ കൺവെർട്ട് ചെയ്ത് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് ഹിന്ദുമതത്തിൻ്റെ ഒരാചാര്യനും ആർക്കും പൈസയും കൊടുക്കത്തില്ല, അങ്ങനെ പുണ്യവും കിട്ടത്തില്ല, പാപവും കിട്ടത്തില്ല, ചെയ്തില്ല എന്ന് പറഞ്ഞ് സ്വർഗത്തിലും പോകില്ല, ചെയ്തെന്ന് പറഞ്ഞും സ്വർഗത്തിൽ പോകില്ല. അങ്ങനെ ഒരു വിഷയമില്ല. ഒരാളെ മതം മാറ്റി നമ്മളെ നല്ല ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് ഒരു ശല്യമാവുമെന്ന് ചിലപ്പോൾ വിചാരിക്കുന്നതുള്ളൂ. അവനും കൂടെ ഹിന്ദു ആയ നമുക്ക് കിട്ടണ ആനുകൂല്യം കിട്ടൂല എന്നൊരു ശല്യമാവുമെന്ന് വിചാരിക്കും. പക്ഷെ മറ്റേതങ്ങനെയല്ല. മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജിഹാദ് എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നേരിട്ട് സ്വർഗത്തിൽ പോകാമെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ഘടകമുണ്ട്. എല്ലാവരെയും മുസ്ലിം ആക്കുക, മുസ്ലിങ്ങളാക്കുക എന്നൊരു ഘടകമുണ്ട്. അതിനവർ പല മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതേസമയം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരും പല മാർഗ്ഗങ്ങൾ, ഇപ്പോൾ കത്തോലിക്കക്കാർ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയൊക്കെ വ്യാപകമായി സുവിശേഷവും ഈ ആളുകളെ മതം മാറ്റിക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് നക്സലൈറ്റുമാർ ഉള്ള ബാധിത പ്രദേശങ്ങൾ, മാവോയിസ്റ്റ് പ്രദേശങ്ങൾ, ദരിദ്രരായ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ, ദളിത് ആദിവാസി വിഭാഗങ്ങളിലൊക്കെ പോയി തൊഴിൽ കൊടുത്തും ആഹാരം കൊടുത്തും മറ്റ് പല കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ മതം മാറ്റുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ മതം മാറ്റമൊക്കെ നമ്മൾ അബ്ദുൽ സമദ് സമദാനിയുടെ ഭാഗമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരു സന്ദർഭത്തിൽ നമ്മൾ മതേതരം എന്ന് പറയുന്ന ഒരു വാക്ക് വളരെയധികം വികലമായി, ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നൊരു വാക്കാണ്. പക്ഷേ അതിനെ വളരെ വികലമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വികലമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പല ആളുകളും പറയുന്ന പോലെ അത് ഹിന്ദു മതത്തിൽപ്പെട്ടവർക്ക് ഒരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദു മതത്തിൽ ആണ് കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാരുടെ എണ്ണം എടുത്താൽ ഹിന്ദു മതക്കാരാണ് കൂടുതൽ. പ്രത്യേകിച്ച് കേരളത്തിലെടുത്ത് കഴിഞ്ഞാൽ ഈഴവ സമുദായം, പിന്നെ കുറച്ച് നായർ സമുദായം, ഇവർ രണ്ടുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടുതൽ. അവരെല്ലാം ഹിന്ദുക്കളുമാണ്. ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ. പിന്നെ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. യുക്തിവാദികളെടുത്താൽ മഹാഭൂരിപക്ഷം യുക്തിവാദികളും ഹിന്ദുക്കളാണ്. കാരണം ഈ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. ഈ മതത്തിലോ അല്ലെങ്കിൽ ഈ വിശ്വാസ പ്രമാണങ്ങളിൽ ഒരുപാട് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് വേറിട്ടൊക്കെ ചിന്തിക്കും. എങ്ങനെ ചിന്തിച്ചാലും ഇതിനകത്ത് നിൽക്കാൻ പറ്റും. പള്ളി കൊണ്ട് അടക്കണമെന്നില്ല. മറ്റാണെങ്കിൽ പള്ളിയിൽ മരിച്ചു പോയാൽ മയ്യത്ത് പള്ളിയിൽ എടുക്കൂല, മതത്തിൽ വിശ്വസിച്ചില്ലെങ്കിൽ. പിന്നെ ക്രിസ്ത്യാനിക്കാണെങ്കിൽ തെമ്മാടിക്കുഴി ഇപ്പോൾ ഒഴിവായി വരുന്നു പലയിടത്തെങ്കിലും അതുണ്ടായിരുന്നു. പള്ളിയിൽ കൃത്യമായി പോയില്ലെങ്കിൽ പള്ളിയെ നിഷേധിച്ച് കഴിഞ്ഞാൽ തെമ്മാടിക്കുഴിയിൽ അടക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരുപാട് കർശനമായ സെമറ്റിക് നിർബന്ധനങ്ങൾക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത് നോക്കൂ, എത്ര ക്രിസ്ത്യാനികൾ, ഒരു തോമസ് ഐസക്കോ ഒരു MA ബേബി ഒഴിച്ചാൽ വേറെ എത്ര പേരുണ്ട് അതിനകത്ത്? CPM എത്ര പേരുണ്ട്? ഒരു റഹീമോ റഹീമോ, അങ്ങനെ 5-6 പേര് ഒഴിച്ചാൽ ബാക്കി CPMലുള്ള മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്, യുക്തിവാദികളിലെ ഹിന്ദുക്കളാണ്. അപ്പോൾ ഇവരുടെ ഒരു ഇടത്താണ് ഇത് യഥാർത്ഥ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുവും ജീവിക്കുന്നത്. ഇപ്പോൾ അമ്പല കമ്മിറ്റികൾ എടുത്തു. അമ്പല കമ്മിറ്റികളിൽ ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന നന്ദഗോപൻ ഭജൻ നടത്തിയ അമ്പല കമ്മിറ്റിയിൽ ആളുകൾ മാർക്സിസ്റ്റുകാരാണ്. അതുപോലെ തന്നെ ഒരു വൈറൽ യുവതി ഉണ്ടായിരുന്നല്ലോ, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, ഒരു കല്യാണം കഴിച്ചു കൊടുത്തല്ലോ ഒരു പെൺകുട്ടിയെ.
ആ കല്യാണം കഴിച്ചു കൊടുത്ത അരുമാനൂർ ക്ഷേത്രത്തിലെ പൂജാരി അല്ലെങ്കിൽ അവിടുത്തെ അമ്പല കമ്മിറ്റി പറയണത് ഞങ്ങൾ മതേതര വിശ്വാസം. അതെങ്ങനെയാണ് ഒരു ക്ഷേത്രം കയറി മതേതര വിശ്വാസമാവുന്നത്? ക്ഷേത്രത്തിന് മതേതര വിശ്വാസമാകാൻ പറ്റത്തില്ല. ക്ഷേത്രം ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന, ഹിന്ദു ആചാരത്തിൽ വിശ്വസിക്കുന്ന, ഹിന്ദു ചടങ്ങുകളിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കുള്ള ഇടമാണ്. അവിടെ എങ്ങനെയാണ് ഒരു മുസ്ലിമിൻ്റെയും ഹിന്ദുവിനെയും കൂടെ കല്യാണം കഴിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന? നിയമപരമായിട്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. രണ്ടുപേരും മുസ്ലിമായ ഒട്ടും പറ്റില്ല, രണ്ടുപേരും ഹിന്ദു ആണെങ്കിൽ പിന്നും സഹിക്കാം. ഇതൊരു ഹിന്ദുവിനെ ഒരു മുസ്ലിം വെച്ച് എന്നാൽ പോലും ബുദ്ധിമുട്ടാണ്. താലി കെട്ട് പോലുള്ള കാര്യം ചെയ്യാമെന്നുള്ള നിയമപരമായി അവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റില്ല. പക്ഷേ അത് അവർ നടത്തി കൊടുക്കുന്നു, അതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെ പിന്നെ പാർട്ടി സെക്രട്ടറി പോകുന്നു, ജില്ലാ സെക്രട്ടറി പോകുന്നു, അതിനെ പിന്നെ വല്ലാതെ ന്യായീകരിക്കുന്നു. ഇപ്പോൾ അത് പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു, പോക്സോ കേസ്, ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ച ഈ വിഷയങ്ങളുടെ ഒരു പാരമ്യം നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു വൈവിധ്യം നോക്കിയാൽ, ഹിന്ദുമത സമൂഹത്തിനകത്താണ് ഈ അപജയങ്ങളെല്ലാം എല്ലാ കാലത്തും സംഭവിച്ചിട്ടുള്ളത്. അത് ശ്രീനാരായണ ഗുരുദേവൻ്റെ കാലത്ത് സംഭവിച്ചു. ഗുരുദേവനൊക്കെ വളരെ കൃത്യമായി ഇതിനെ അഡ്രസ്സ് ചെയ്ത ആളാണ്. ചട്ടമ്പി സ്വാമികളുടെ ക്രിസ്തുമത ചേതനം എന്നൊരു പുസ്തകമുണ്ട്. എല്ലാവരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ വായിക്കണം, നല്ലതാണ്. അപ്പം വളരെ കൃത്യമായിട്ട് ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തിരുന്നു. ചട്ടമ്പി സ്വാമിയൊക്കെ വളരെ കൃത്യമായിട്ടാണ് അഡ്രസ്സ് ചെയ്തത് ഹിന്ദുമതത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി. ആരോട് ഇപ്പോൾ ക്രിസ്ത്യൻ മതവും മുസ്ലിം മതമൊക്കെ കൊള്ളാം, നല്ലതാണെന്നൊന്നും പറഞ്ഞ് അതൊക്കെ ഒരു ആലങ്കാരികമായി നമ്മൾ പറയും എന്നുള്ളതല്ലാതെ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അതിനപ്പുറം ഇവരെല്ലാ ആളുകളും സനാതന ധർമ്മത്തിലും ഇന്ത്യൻ ഹിന്ദു ഫിലോസഫിയിലുമൊക്കെ വേദത്തിലുമൊക്കെ വിശ്വസിച്ചിരുന്നവർ തന്നെയാണ്. വേദാന്തത്തിലൊക്കെ വിശ്വസിച്ചിരുന്നത് തന്നെ മിക്ക മഹാഭൂരിപക്ഷം ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജയശങ്കർ പറയുന്ന കേട്ടോ, അദ്ദേഹം കൽക്കട്ടയിൽ ചെന്നപ്പോൾ അവിടെ ഏതൊരു ക്ഷേത്രത്തിൽ യേശുവിൻ്റെ പടം വെച്ചിരിക്കുന്നു. അത് പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസർക്കുണ്ടായ ഒരു ഉൾവിളിയുടെ ഫലമായി അദ്ദേഹം ചെയ്തു. പക്ഷെ അതെന്ന് പറഞ്ഞാൽ അതല്ല ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു സമൂഹം. മുഴുവൻ എല്ലാ അമ്പലങ്ങളിലും യേശുവിൻ്റെ പടം വെച്ചിട്ടുണ്ട്. അതല്ല, ഒരാൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാണ്ടുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ ഭജനിൻ്റെ വിഷയം സ്പെഷ്യലായിട്ട് കൈകാര്യം ചെയ്താൽ അവർ ഒരിക്കലും ഭജൻ വേറെ ഭജന വേറെ, രണ്ടും രണ്ടാണ്. ആ ഒരു അക്ഷരത്തിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഭജൻ വേറെ, ഭജന വേറെ, പാട്ട് വേറെ, ഗാനമേള വേറെ, പിന്നെ ഗ്രൂപ്പ് പാട്ട് വേറെ, പിന്നെ സിംഗിൾ പാട്ട് വേറെ, ലളിതഗാനം വേറെ, ഭക്തിഗാനം വേറെ, പിന്നെ അത് കഴിഞ്ഞ് ഡപ്പാകൂത്ത് പാട്ട് വേറെ, പൂരപ്പാട്ട് വേറെ, പിന്നെ നമ്മളെ വേടൻ്റെ റാപ്പ് സംഗീതം വേറെ. ഇതെല്ലാം വ്യത്യസ്തമാണ്. സംഗീത കച്ചേരി വേറെ, കർണാടക സംഗീതം വേറെ, ഹിന്ദുസ്ഥാനി സംഗീതം വേറെ. ഇതെല്ലാം വ്യത്യസ്തമാണ്. ഒരിക്കലും ഭജന പാടുന്നിടത്ത് ഭജൻ പാടാറില്ല, ഭജൻ പാടുന്നിടത്ത് ഭജന പാടാറില്ല, ഭജൻ പാടുന്നിടത്ത് സിനിമാ പാട്ട് പാടാറില്ല, അവിടെ മറ്റേ ഡാൻസിനുള്ള പാട്ട് പാടാറില്ല, അവിടെ ജാസി ഗിഫ്റ്റിൻ്റെ അടിപൊളി പാട്ട് പാടാറില്ല. ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഭജൻ നടത്തുന്ന നന്ദഗോപനൻ ടീമിനോടുള്ള എനിക്കത് എതിർപ്പ്, അവരിതിനെ നടത്തരുത്, അവരതിൻ്റെ അർഹത നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ്. ഞാൻ അത്രയും കർക്കശമായി പറയണം. അല്ലെങ്കിൽ അവർ ഹിന്ദുമത വിശ്വാസിയാണെങ്കിൽ അവർ ഗുരുവായൂർ പോയി, അവർ ഗുരുവായൂരപ്പനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂർ പോയി അവർ മാപ്പപേക്ഷിക്കണം. ഞാൻ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭജൻ വന്നത്. ഇവിടെ പൂന്താനം നമ്പൂതിരി പൂന്താനത്തിൻ്റെയും അതുപോലെ തന്നെ വലിയ എഴുത്തച്ഛൻ്റെയൊക്കെ ഒരു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. ഭജൻ പാടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ഭക്തിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സംഗീതജ്ഞനെയോ പാട്ടുകാരൻ്റെയോ കാല് തൊട്ട് തൊഴുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ ഈ സംഗീതമൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടുകാരൻ യേശുദാസിനെ കണ്ടാൽ ആരെങ്കിലും ഒന്ന് തൊഴും. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അതിനപ്പുറം യേശുദാസിൻ്റെ കാല് തൊട്ട് തൊഴുമോ? യേശുദാസിൻ്റെ പോയി അനുഗ്രഹമാക്കുമോ? യേശുദാസിനെ ചെന്നിട്ട് തൊടാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കുമോ? ഒന്നും ഉണ്ടാക്കത്തില്ല. അതേസമയം നന്ദഗോപൻ പാടാനായിട്ട് ഇങ്ങോട്ട് സ്റ്റേജ് കയറുമ്പോൾ മുതൽ സകല അമ്മമാരും സഹോദരിമാരും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും കൃഷ്ണ കൃഷ്ണ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം അത്ര പവിത്രതയോടുകൂടിയാണ് ആരെ കണ്ടിരുന്നത്? നന്ദഗോപനെ കണ്ടത്. അത് നന്ദഗോപന് മനസ്സിലായില്ല. അയാൾ പറയുന്നത് ഒരു പാട്ടല്ലേ, അങ്ങനെ ഒരു പാട്ടല്ല അത്. അവിടെ ക്രിസ്ത്യ പാട്ടും പാടാൻ പാടില്ല, മാത്രമല്ല ഹിന്ദുവിലുള്ള സിനിമാ പാട്ടും പാടാൻ പാടില്ല. നന്ദഗോവിന്ദൻ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ യേശുദാസ് പാടി എന്ന് പറഞ്ഞ് ഒരു ദിവസം ഞാൻ എവിടെ വരുമെന്ന്, ഗുരുവായൂർ വരുമെന്നൊരു പാട്ട് പാടിയിട്ടുണ്ട് യേശുദാസ്, കേട്ടിട്ടുണ്ടാവും. പക്ഷേ എന്തിനാണ് പാടിയത്? പുള്ളിക്കാരൻ പൈസയ്ക്ക് പാടിയതാണ്. അല്ലാതെ വീട്ടിൽ പിന്നെ പൂന്താനത്തിനെ പോലെ, എഴുത്തച്ഛനെ പോലെ, അല്ലെങ്കിൽ ഭക്തി കവികളെ പോലെ അങ്ങനെ ആവേശമുണ്ടായി ഗുരുവായൂരപ്പനെ കാണുമെന്നുള്ള ആവേശത്തിൽ കരഞ്ഞ് ഹൃദയം പൊട്ടി പാടിയ പാട്ടല്ല. വയലാർ എഴുതി, ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടി, നല്ല കാശ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോയി. അതിനിപ്പോൾ നമുക്കെന്താ വേണ്ടേ? മമ്മൂട്ടി സേതുരാമയ്യർ CBIയിൽ അഭിനയിച്ചു, ഡയറക്കുറിപ്പിൽ പട്ടരായിട്ടാണ് അഭിനയിച്ചത്. അല്ലാതെ പൂണൂലിടുമോ മമ്മൂട്ടി? ജീവിതത്തിൽ നാടകത്തിന് വേണ്ടി മറ്റേതിന് വേണ്ടി കുടുംബം വെച്ചൊക്കെ എത്രയോ നടന്മാർ പിന്നെ വ്യത്യസ്ത മതത്തിൽപ്പെട്ടവർ പിന്നെ ഭഗവാനായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ശിവനായിട്ട് അഭിനയിക്കുന്നു, കൃഷ്ണനായിട്ട് അഭിനയിക്കുന്നു. അറിയപ്പെടുന്ന നടിയല്ലേ സീതയായിട്ട് അഭിനയിച്ചത്? അവർ സീതയാണോ? അല്ലല്ലോ. പക്ഷേ അത് അവരെ ഇതിൻ്റെ ഭാഗമായി ചെയ്തത്. അതുകൊണ്ട് നന്ദഗോപൻ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു? ഭജൻ്റെ ഇടയിൽ കൂടി, അത് അമ്പലത്തിലല്ല മറ്റൊരു സ്ഥലത്ത്, അയാൾ ഭജൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അയാൾ എന്ത് ഇപ്പോൾ കണ്ണ് നോക്കുന്ന ഡോക്ടർ കയറി എന്ത് ചെയ്യാൻ നോക്കാൻ പാടില്ല? ഹാർട്ട് നോക്കാൻ പാടില്ല.
ജനറലായി അങ്ങനെ അതൊരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഞാൻ വേറെ അർത്ഥത്തിൽ പറയുന്നത്. ഭജൻ പ്രത്യേകിച്ച് ഭജൻ ഒരു ഭക്തി മാർഗ്ഗമാണ്, ഭക്തിപ്പാട്ടാണ്. അത് കേൾക്കാൻ വരുന്ന ഒരു പർട്ടിക്കുലർ ആളുകളാണ്. അവർ പിന്നെ അടിച്ചുപൊളി പാട്ട് കേൾക്കാൻ വരുന്നവരല്ല, ക്രിസ്തീയ ഗാനം കേൾക്കാൻ വരുന്നവരല്ല, ഹിന്ദു ഗാനം മാത്രം, ഹിന്ദുവിലെ ഭജൻ മാത്രം കേൾക്കാൻ വരുന്നവരാണ്. അവരുടെ ഇടയിൽ മറ്റ് പാട്ടുകൾ പാടിയത് ശരിയല്ല. അത് ബിസിനസ്സിന് വേണ്ടി ചെയ്തതായാലും മതേതരത്വത്തിന് വേണ്ടി ചെയ്തതായാലും അവിടെ ക്രിസ്ത്യാനികൾ പള്ളിപ്പറമ്പിൽ കൊണ്ട് വണ്ടി കിട്ടതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക ഉപകാരം വേണ്ടി ചെയ്താലും അമ്പല കമ്മിറ്റി ആവശ്യപ്പെട്ട എന്ത് ചെയ്യുന്നതായിരുന്നാലും ഞങ്ങൾ ഈ വേദിയിൽ ഭജനല്ലാതെ മറ്റൊന്നും പാടില്ല, അത് നമുക്ക് വേറൊരു വേദി ആലോചിക്കാം എന്ന് പറഞ്ഞ് ചെയ്യണമായിരുന്നു. അത് ചെയ്തത് ഹിന്ദു സമൂഹത്തോടുള്ള ഒരു വലിയൊരു അവഹേളനമാണ്. പ്രത്യേകിച്ച് ഭക്തരായിട്ടുള്ളവർ, അല്ലാതെ സംഘപരിവാർ വിജയം അവരൊന്നുമല്ല, ഞാൻ പറഞ്ഞ വളരെ ഭക്തരായിട്ടുള്ള ഇയാൾ വളരെ ഭക്തിയുടെ മാർഗത്തിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവതുല്യമായി കണ്ട ഒരാളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു കാരണവശാലും ഇങ്ങനെ വരാൻ പാടില്ലായിരുന്നു. അത് ചെയ്തത് 100% തെറ്റാണ്. ഇനി തിരുത്തുക, അത് വേറെ വിഷയം. 100% തെറ്റാണ്. പിന്നെ ഇതിനോടനുബന്ധമായിട്ട് നെയ്യാറ്റിങ്കര പള്ളിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ്, അവിടുത്തെ പിന്നെ രൂപതയുടെ ബിഷപ്പ്, പള്ളിയിലച്ഛൻ എന്തിറക്കിയിട്ടുണ്ട്, പിന്നെ കത്തിറക്കിയിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്, ക്രിസ്തീയ പാട്ടുകളല്ലാതെ, അത് ക്രിസ്തീയ ഭക്തിപ്പാട്ടുകളല്ലാതെ ആവശ്യമില്ലാത്ത പാട്ടുകൾ പറ്റത്തില്ല, ചെണ്ടമേളം പറ്റത്തില്ല, ഇങ്ങനെ കൃത്യം പറയുന്നു. ഇതൊന്നും പക്ഷേ ഹിന്ദുവിൻ്റെ അടുത്ത് ആരും പറയുന്നില്ല. അമ്പല കമ്മിറ്റിയിൽ വന്നു, ഓരോ അമ്പല കമ്മിറ്റി വിളിക്കുന്നതനുസരിച്ച് നാടകക്കാരനും ബാലക്കാരനും വരുന്നു, അവർക്ക് ഇഷ്ടമുള്ള എല്ലാം പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ പോകുന്ന ഒരു കൾച്ചർ കിടക്കുന്നിടത്ത് ഈ നന്ദഗോപൻ വിഷയങ്ങളൊക്കെ ഇങ്ങനെ വരും. ഒരു കാര്യം കൂടെ ഞാൻ വിഷയം നമുക്ക് അവസാനിക്കും. ഇന്നലെ വരെ, കഴിഞ്ഞ ആഴ്ച വരെ ഈ നന്ദവും സംഘവും സംഘപരിവാറിൻ്റെ ആളുകളായിരുന്നു. നിങ്ങൾ നോക്ക്, എത്രയോ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇയാൾ സംഘപരിവാറിൻ്റെ ആളാണ്, ഈ സംഘപരിവാറിൻ്റെ ക്ഷേത്രങ്ങൾ തുടങ്ങുമ്പോൾ ഇതൊക്കെ നടത്തുന്നത് BJPക്ക് ആളെ കൂട്ടാനാണ്, സംഘപരിവാറിന് ആളെ കൂട്ടാനാണെന്ന് പരാതി പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും ആ സുഡാപ്പികളും എല്ലാം കൂടി ഇപ്പോൾ പറയണത് എന്താണ്? അയ്യോ, അയാൾ മതേതരനായി. എന്ത് മതേതരനായി? മതേതരത്വം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. മതേതരത്വം മറ്റൊരു കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നന്ദഗോപൻ ചെയ്തത് 100% ശരിയായില്ല. അദ്ദേഹത്തെ ഭക്തിയിൽ വിശ്വസിച്ച് വരുന്ന ഒരു പർട്ടിക്കുലർ ഓഡിയൻസിനെ ചൂഷണം ചെയ്താണ് അദ്ദേഹം ഇത്രയും വലിയ മുതലാളിയായതും കാശുണ്ടാക്കിയതും. അവിടെ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് വ്യക്തിപരമായിട്ട് എനിക്കുള്ളത്. അതുപോലെ തന്നെ പിന്നെ ചോദിച്ചൊരു വിഷയമാണ്, ഗുരുവായൂരിൽ ഒരു മുസ്ലിം യുവാവ് വന്നിട്ട് എന്താണ് മുട്ടായിയിൽ ഇത് മുബാരക്കൊക്കെ എഴുതി കൊടുക്കുന്നത്, കശ്മീരിൽ നിന്ന് വരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. പുറത്ത് നിന്ന് അമ്പലത്തിന് ആളുകൾ പുറത്ത് വന്നതിന് ശേഷം ഇതെല്ലാം അമ്പലത്തിനകത്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അടുത്ത് ചെന്ന് ചെയ്യുന്നു, കാശ്മീരിൽ വരുന്നു. ഇതെല്ലാം ഒരുപാട് സംശയങ്ങൾ ജനിപ്പിക്കും. പ്രത്യേകം എന്തുകൊണ്ട്? മത തീവ്രവാദമുണ്ട്, ഇവിടെ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ എല്ലാവരും മതേതരമായിട്ട് ജീവിക്കുന്നു, എല്ലാവരും തുല്യമായി ജീവിക്കുന്നു എന്ന് പറയാം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ വലിയ മതേതരത്വം പറയുമ്പോഴും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അമ്പലത്തിൽ പൂജ ചെയ്ത ഏതെങ്കിലും പായസം കഴിക്കുമോ? ഒരിക്കലും കഴിക്കത്തില്ല. പായസം കൊണ്ടുപോകുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കഴിച്ചുകൂടാ. അമ്പലത്തിൽ പൂജ ചെയ്ത പായസം കഴിക്കരുതെന്നാണ് ക്രിസ്ത്യാനികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മഹാഭൂരിപക്ഷം വരും കഴിക്കാറില്ല. പിന്നെ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരമുണ്ടെങ്കിൽ കഴിക്കുമായിരിക്കും. പക്ഷേ കഴിച്ചാലെന്താ? പായസമല്ലേ. പക്ഷെ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായി ആളുകൾ ജീവിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് വലിയൊരു വിഷയമാണ്. അതുപോലെ തന്നെ പൂരത്തിൻ്റെ കാര്യം, പൂരത്തിൻ്റെ പ്രശ്നം ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. പൂരം ശരിക്കും പറഞ്ഞാൽ 230 വർഷം കൊണ്ട് പൂരം നടക്കുകയാണ്. അവിടെ ആറാട്ടുപുഴ പൂരമായിരുന്നു ഇതിനേക്കാൾ വലിയ പൂരം. തൃശ്ശൂർ പൂരമായിരുന്നില്ല. 110 ക്ഷേത്രങ്ങളുടെ, ദേവീക്ഷേത്രങ്ങളുടെയും എല്ലാ ക്ഷേത്രങ്ങളുടെയും 110 ക്ഷേത്രങ്ങളുടെ പൂരപ്പറമ്പായിരുന്നു ആറാട്ടുപുഴ. പക്ഷേ ആറാട്ടുപുഴ പൂരപ്പറമ്പിൽ 1728 തോന്നുന്നു കറക്റ്റ് വർഷം. ആ വർഷം 1770കളിൽ 28 29 വർഷത്തിൽ അതികഠിനമായി മഴ പെയ്തു. ആ മഴ പെയ്തപ്പോൾ ഈ തൃശ്ശൂർക്കാർക്ക് എവിടെ പോകാൻ പറ്റിയില്ല? ഈ ആറാട്ടുപുഴയിലോട്ട് പോകാൻ പറ്റിയില്ല, മഴ കാരണം. അപ്പോൾ ഇവിടെ നിന്ന് ആളെ പറഞ്ഞോട്ട്, അന്ന് ഈ വാട്സപ്പ് മൊബൈലൊന്നും ഇല്ലല്ലോ, ആളെ പറഞ്ഞോട്ട് ഞങ്ങളും കൂടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതിയെന്ന്, പൂരം നടത്തിയാൽ മതിയെന്ന്. പക്ഷേ അത് കേൾക്കാതെ അവർ പൂരം നടത്തി. അതൊരു 1500 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ ആറാട്ടുപുഴ പൂരത്തിൽ. അത് ആലപ്പുഴ. അപ്പോൾ പൂരം നടത്തിയപ്പോൾ അതിന് കേൾക്കാത്തതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് ശക്തൻ തമ്പുരാൻ എന്ത് ചെയ്തത്? എങ്കിൽ പിന്നെ നമുക്ക് തൃശ്ശൂർ പൂരം നടത്താം എന്ന് പറഞ്ഞ് പൂരം നടത്തിയത്. 30 മണിക്കൂറത്തെ പൂജയുണ്ട് ഈ പൂരത്തിൻ്റെ ഭാഗമായി. പല ഘട്ടങ്ങളിലായിട്ട് 12 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് 24, പിന്നെ 6 മണിക്കൂർ, 30 മണിക്കൂറത്തെ പൂജയുണ്ട്. ഇത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കരിമരുന്നും ആനയും വെഞ്ചാമരവും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇത് മതേതരം എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ഈ മറ്റതങ്ങ് പിടിച്ച്, ഏതിനെ കയറി പിടിച്ച് ചുറ്റും നിന്നിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ മാറി ഇതിന് വേറൊരു രൂപത്തിലേക്ക് ബിസിനസ്സും അതിൻ്റെ കച്ചവടവും പിന്നെ അതിൻ്റെ കമ്മിറ്റി എടുപ്പും ആയിട്ടൊക്കെ അത് വേറൊരു തലത്തിലേക്ക് വളർന്നു.
അത് അങ്ങനെ ഒരു സ്ഥലമല്ല അമ്പലം. അമ്പലം ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കുള്ളത് പോലും അല്ലെന്ന് ഞാൻ പറയും. ഹിന്ദുക്കളിൽ വിശ്വാസികൾക്കുള്ളതാണ്, അല്ല ഹിന്ദുക്കൾക്കുള്ളതല്ല അമ്പലം. ഞാൻ ഹിന്ദുവാണ് പേര് കൊണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അമ്പലത്തിൽ പോകാത്ത ആളാണ് ഞാൻ, യുക്തിവാദിയാണെങ്കിൽ എനിക്ക് അമ്പലത്തിൽ കാര്യമില്ല. അമ്പലം എന്ന് പറയുന്നത്, ക്ഷേത്രം എന്ന് പറയുന്നത് വിശ്വാസികൾക്കുള്ളതാണ്, ഭക്തന്മാർക്കുള്ളതാണ്, ഭക്തകൾക്കുള്ളതാണ്. അവിടെ അല്ലാത്ത ഇപ്പോൾ സുനിൽകുമാറിന് അവിടെ എന്ത് കാര്യം? പൂരം ഞങ്ങളെല്ലാവരും കൂടെ നടത്തുന്നു, അഭിമാനമാണ്. ഒരു അഭിമാനമല്ല, എന്തഭിമാനം? അവിടുത്തെ പാറമേക്കാവ് ക്ഷേത്രത്തിലെയും തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലെയും വിശ്വാസികൾ നടത്തുന്ന ഒരു ആചാരമാണ് പൂരം. അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം? പക്ഷേ സകലവരും ഇതിനകത്ത് കൊണ്ട് കൈവയ്ക്കും, അവരുടെ ബിസിനസ് ഇതിനകത്ത് കൈവയ്ക്കും. ഏറ്റവും കൂടുതൽ കരിമരുന്ന് പൊട്ടിക്കുന്ന ആരാണോ അവരാണ് മിടുക്കൻ. അപ്പോൾ അവർ പൊട്ടിക്കാതിരിക്കാൻ അടുത്തവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അവൻ നോക്കും. അങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള മിസ്മാനേജ്മെൻറ്റും മിസ്കാൽക്കുലേഷനും ഊഹാഭോഗങ്ങളും ദുരൂഹതകളും ഒക്കെ ചേരുന്നതാണ് ഇതുപോലത്തെ ഉത്സവങ്ങൾ പലയിടത്തും. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രം നടക്കുന്നു, ക്ഷേത്രം ഭംഗിയായിട്ട് ട്രസ്റ്റ് നടത്തുന്നില്ലേ? പിന്നെ ഗുരുവായൂർ ക്ഷേത്രം, അല്ല നമ്മുടെ ചക്കുളത്താവ് ക്ഷേത്രം നടക്കുന്നു, തിരുപ്പതി ക്ഷേത്രം നടക്കുന്നു, എത്രയോ ക്ഷേത്രങ്ങൾ ഈ രാജ്യത്ത് ഭംഗിയായി നടക്കുന്നുണ്ട്. അപ്പം പിന്നെ മൂകാംബിക ക്ഷേത്രം നടക്കുന്നു. എത്ര ലക്ഷം ആളുകൾ വരുന്നതാണ് ഇവിടെ, ദിവസവും എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഭംഗിയായി നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ഷേത്രത്തിൽ കയറി അവരെല്ലാവരും കൂടി കൈവച്ച് അവിടുത്തെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അതിനെ ഒരു ജനകീയം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ജനകീയമില്ല. ക്ഷേത്രത്തിൽ മതവിശ്വാസികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള കടുകട്ടി ഭക്തർക്കുള്ള ആരാധനാ ഇടമാണ് ക്ഷേത്രം. മറ്റൊരാളിന് അവിടെ ഒരു അവകാശമില്ല. പക്ഷേ ഇതെല്ലാവരും കൂടി കൈയിടുമ്പോഴാണ് ഇതിനകത്ത് മറ്റ് താല്പര്യങ്ങൾ കയറി വരുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ഈ കാര്യങ്ങൾ നിൽക്കത്തില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഈ മുണ്ടത്തിക്കോട് നടന്നതിനെ രണ്ടായി കാണണം. ഒന്ന് താങ്കൾ പറഞ്ഞ ഹരി സൂചിപ്പിച്ചതുപോലുള്ള ഈ അപകടവും ദുരൂഹതയും അതൊരു വശത്ത് നിൽക്കുന്നു. മറുവശത്ത് ഈ വെടിപ്പുരകൾ നടത്തുന്നത് വളരെ ശാസ്ത്രീയമായിട്ടായിരുന്നില്ല. 74 വയസ്സായുള്ള ഒരു അമ്മ അവിടെ ഇരുന്ന് ഈ വെടി മരുന്നെടുക്കുന്നു. അവർ പിന്നെ നമ്മളിപ്പോൾ സർക്കാരിൽ പോലും 56 വയസ്സോ 60 വയസ്സാകുമ്പോൾ റിട്ടയർ ആവും. എന്തിനാണ് റിട്ടയർ ആക്കുന്നത്? ഒരു പരിധി അവർ എക്സ്പീരിയൻസ് കഴിയുമ്പോൾ അവരുടെ കഴിവും കൂടി കുറഞ്ഞു എന്നുള്ള എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും, പക്ഷേ ഫിസിക്കലി ഒക്കെ അവരുടെ കഴിവ് കുറഞ്ഞത് കൂടെയാണ് അവർ മാറ്റുന്നത്. അതുപോലെ 74 വയസ്സായ അമ്മയ്ക്ക് എന്തായാലും ഇത് എണീറ്റ് ഓടാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാത്രം പിന്നെ 18 മീറ്റർ എന്താണ് 18 മീറ്റർ അകലം വേണം ഓരോരുത്തർ ഇരിക്കുന്ന സമയം. ഇതൊന്നുമില്ല. ഇത് 4-5 പേര് വട്ടം കൂടിയിരിക്കുന്നു. ഒരാൾ കത്തിരിക്ക അരിയുന്നു, ഒരാൾ വെള്ളരിക്ക അരിയുന്നു, ഒരാൾ പടവല അരിയുന്ന പോലെ കല്യാണം വീട്ടിയിരിക്കുമ്പോൾ അവരെല്ലാം കൂടി ഇരുന്ന് ചെയ്തു. അപകടം പറ്റി. ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് ഇതുവരെ കണ്ടുപിടിച്ചില്ല. ഇനി ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എവിടെ പോയിരുന്നു ഇതിനു മുമ്പേ? ഇത് പണിഞ്ഞുകൊണ്ടിരുന്ന മുമ്പേ പോയി എവിടെ നോക്കിയോ? കളക്ടർ പോയി നോക്കിയോ? കളക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു നോക്കേണ്ട ഒരാളാണ്. SP വളരെ പ്രധാനപ്പെട്ട ആളാണ്. അവിടെ സ്ഥലം വിസിറ്റ് ചെയ്യേണ്ട ആളാണ്. SP വിസിറ്റ് ചെയ്തോ? അവിടെ ഒരു മതിലിടിച്ചിട്ടാണ് ഈ ആംബുലൻസ് പോയത്, ഫയർഫോഴ്സൊക്കെ പോയത് വേറൊരു വീട്ടുകാരുടെ മതിലിടിച്ച് കളഞ്ഞിട്ടാണ്, ബുൾഡോസർ കൊണ്ടുവച്ച് അത് ഇടിച്ച് കളഞ്ഞിട്ടാണ്. അപ്പോൾ വഴി പോലുമില്ല, അവിടെ എത്താൻ പറ്റുന്ന സ്ഥലമല്ല, നല്ല ചൂടുള്ള സമയമാണ്. ഒരു പ്രിക്കോഷനും ഇല്ലാതെയാണ് അവിടെ ചെയ്തത്. ഇതിന് മുമ്പ് 3 മണിക്കൂറിന് മുമ്പ് പത്രക്കാരവിടെ പോയിരിക്കുന്നു. അവിടെ ചെരുപ്പിട്ടുകൊണ്ട് ഇതേ സ്ഥലത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറിക്കൂടാ, ചൂടിൽ വ്യത്യാസം വന്നുകൂടാ, തണുപ്പിൽ വ്യത്യാസം വന്നുകൂടാ. വളരെ സെൻസിറ്റീവായിട്ടുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ അവിടെ അതിൻ്റേതായ പ്രിക്കോഷനും മറ്റു കാര്യങ്ങളും ഇല്ലാതെ എത്ര പേര് ജോലി ചെയ്തു എന്ന് അറിഞ്ഞുകൂടാ. 40 പേര് ഊണ് മാച്ചതുകൊണ്ട് 40 പേരെന്ന് പറയുന്നു, 3 പേരെ കാണാനില്ല എന്ന് പറയുന്നു, 4 പേരെ കാണാൻ. ഇതൊക്കെ വളരെ വളരെ അശാസ്ത്രീയമായി പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ ചെയ്യുന്നതിൻ്റെ ദുരന്തമാണ് അവിടെ കണ്ടത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എലിയെ പിടിക്കാൻ എല്ലാം ചുടേണ്ടി വന്നു. അതുകൊണ്ട് പൂരം തന്നെ ലളിതമായി നടത്തേണ്ടി വന്നു. വെടിക്കെട്ടും വേണ്ട, കരിയും വേണ്ട, ആനയും വേണ്ട എന്നൊക്കെ പറയുന്ന വേറെ രൂപത്തിൽ. പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു കാര്യം കൂടെ ആ ഭാഗം ചേർത്ത് പറയേണ്ടത്, സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോഴത്തെ താരം. എല്ലാം തീരുമാനിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇതിനെതിരെ വർത്തമാനം പറയുന്ന ആരാണ്? അവർ അമ്പലവിരോധികളാണ്, അവർ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവർ യുക്തിവാദികളാണ്. അവരാണ് ഏറ്റവും കൂടുതൽ വന്നത്. അല്ലാതെ ഒരു ഭക്തി മാർഗത്തിൽ നിൽക്കുന്ന ആരും വന്ന് ഈ ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇവിടെ വാഹന ആക്സിഡൻറ്റിൽ ഒരു വർഷം എത്ര പേരാണ് മരിക്കുന്നത്? ആരെങ്കിലും വാഹനം നിർത്താറുണ്ടോ? ഇവിടെ വിമാന അപകടത്തിൽ എത്ര പേരാണ് മരിക്കുന്നത്? വിമാനം നിർത്താറുണ്ടോ? ട്രെയിൻ അപകടത്തിൽ എത്ര പേര് മരിക്കും? കപ്പൽ മുങ്ങി ഒന്നും നിർത്താറില്ല. അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, വെടിക്കെട്ട് കംപ്ലീറ്റ് നിരോധിക്കലല്ല ഇതിനകത്ത് പരിഹാരം, ആന എഴുന്നേറ്റ് നിരോധിക്കലല്ല. എല്ലാം മിതമായ രീതിയിൽ വർണ്ണക്കാഴ്ചകൾക്ക് കൂടുതൽ അവസരം കൊടുത്തുകൊണ്ട്, കളറിനൊക്കെ ഒരുപാട് അവസരം കൊടുത്തുകൊണ്ട്, ക്ലോറൈറ്റ് പോലുള്ള രാസവസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരത്തിൽ ജനങ്ങൾക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് വളരെ സയൻറ്റിഫിക്കായിട്ട് ചെയ്താൽ അപകടം വളരെ കുറവ്. പിന്നെ എന്ത് ചെയ്താലും അപകടം വരുന്നൊരു കഥയുണ്ടല്ലോ, അത് നമ്മളെ ബിയോണ്ട് അവർ ലിമിറ്റ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വെറുതെ ഇരുന്നാലും മരിച്ചു പോകില്ല എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. ചുമ്മാ ഇരുന്നാലും ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചാലും, മദ്യപിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, വളരെ പങ്ക്ച്വലായിട്ട് ജീവിച്ചെന്ന് വിചാരിക്കുക, എന്നാലും ഒരു ദിവസം ചത്തു പോകും, മരിച്ചു. അതുകൊണ്ട് അതിൽ കഥയില്ല. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ആ റിസ്ക് എടുക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പൂരത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ കോലാഹലങ്ങളൊക്കെ വന്നിരുന്ന് വർത്താനം. ഇപ്പോൾ ഹരീഷ് വാസുദേവ് ബേസിക്കലി ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, ഒരു യുക്തിവാദിയാണ്. അദ്ദേഹത്തിന് അമ്പലം തന്നെ അടച്ചിടണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അയാളാണ് വന്ന് പറഞ്ഞ കരിമരുന്ന് വേണ്ടോ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ജയശങ്കർ നിങ്ങൾ എടുത്തു നോക്കൂ, ഈ വളരെ ശ്രീജിത്ത് പണിക്കർ സോഷ്യൽ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞ് വരുന്ന ആളുകളെല്ലാം എടുത്തു നോക്കും. രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നതെന്ന് അയാൾക്ക് തന്നെ ഒരു ബോധ്യമില്ല. അയാൾ അതും പറയും ഇതും പറയും അപ്പുറത്തും പറയും ഇപ്പുറത്ത് പറയും. എന്താണെന്ന് പറയുന്ന പുള്ളിക്ക് യാതൊരു ധാരണയുള്ള ആളല്ല. പൈസ കിട്ടുകയാണെങ്കിൽ പുള്ളി പലതും പറയുമെന്നാണ് പുള്ളിയെക്കുറിച്ചുള്ള പരാതി. അപ്പോൾ ഇതെല്ലാം കൂടി വന്ന് ഇങ്ങനെ കൾമിനേറ്റ് ചെയ്ത് ഒരു സോഷ്യൽ സിൻഡ്രോം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു സാമൂഹ്യമായ ഒരു മനഃശാസ്ത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സാമൂഹിക പശ്ചാത്തലം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഇതിനകത്ത്, അതായത് അന്ന് മാധ്യമപ്രവർത്തകർ അവിടെ തള്ളിക്കയറിപ്പോയി. അതിനു മുന്നേ തന്നെ ഈ മോദി ചാണകത്തല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വാദഗതികളുമായി ചില മാധ്യമപ്രവർത്തകർ എത്തിയിട്ടുണ്ടായിരുന്നു, മീഡിയ വൺ പോലുള്ള ചാനലുകളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ എന്തെങ്കിലും തരത്തിലൊരു അട്ടിമറി സാധ്യതയെക്കുറിച്ച് ആൾക്കാർ സംശയിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു തെറ്റ് അല്ല, അതിനകത്ത് ഒരു വിഷയം എന്തറിയാമോ, ആൾക്കൂട്ടം ബഹളം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ആര് കയറി പോകും? നമ്മളൊരു ആൾക്കൂട്ടം വെറുതെ നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആർക്കും കയറി പോരാൻ പറ്റത്തില്ല. നമ്മൾ ഡിസ്റ്റോർഡാണ്, ഒരു അസ്വസ്ഥരായിട്ട് ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ആർക്ക് കയറി പോകാൻ പറ്റും? ഈ തീവ്രവാദവും കുഴപ്പക്കാരും ഇതിനെ അട്ടിമറിക്കണമെന്നുള്ളവർക്ക് കയറി പോകാൻ പറ്റും. തീർച്ചയായും അതാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇപ്പോൾ വളരെ സയൻറ്റിഫിക്കായി ലൈസൻസ് ഉണ്ട്, അവിടെ പോകണമെങ്കിൽ ലൈസൻസ് വേണം, ഐഡൻറ്റി കാർഡ് വേണം എല്ലാവർക്കും. 40 പേരെങ്കിൽ 40 പേർക്ക് ഐഡൻറ്റി കാർഡ് വേണം. അവർ രാവിലെ പഞ്ച് ചെയ്യണം. അവിടെ ഒരു കൃത്യമായ ഒരു ഡോക്ടറുണ്ട്, കൃത്യമായ 2 പോലീസുകാരനുണ്ട്, ഒരു ഫയർഫോഴ്സുകാരനുണ്ട്. ഇങ്ങനെ വളരെ കൃത്യമാണെങ്കിൽ ഒരു മാധ്യമക്കാരനും അവിടെ പോകാൻ പറ്റത്തില്ല. ഒരാളിനെ അവിടെ കയറി കാര്യം ഫാക്ട്. ഇപ്പം പ്രധാനമന്ത്രി, ഞാൻ ചോദിക്കണം, പ്രധാനമന്ത്രി ISR പോലുള്ള റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിനകത്ത് കയറി പോകണമെങ്കിൽ എന്ത് ധരിക്കണം? ജാക്കറ്റും പ്രത്യേക കോട്ടും ധരിക്കണം, അല്ലാതെ അകത്തോട്ട് പോകൂല. പക്ഷെ വെടിപ്പിരെ പോകണമെങ്കിൽ എന്ത് വേണ്ട? ഒന്നും വേണ്ട. അപ്പോൾ ആരും പോവും? ഇവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആരും പോവും. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല, എൻ്റെ പോയിന്റ് മനസ്സിലായില്ല. അതായത് ഇത് നിയന്ത്രിതമായി ആളുകൾ പോകേണ്ടുന്ന, സുരക്ഷിതമായി പോകേണ്ടുന്ന സ്ഥലത്ത് അരക്ഷിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആര് കയറും? അരക്ഷിതത്വം ഉണ്ടാക്കണമെന്ന് പറയുന്നവരെന്തിരിക്കും? സർക്കാർ ഇതിനു വേണ്ടിയുള്ള ഡയറക്ഷൻസ് കൊടുക്കേണ്ടതായിരുന്നു. വളരെ ഡയറക്ഷനിലെ കർശനമായ കൺട്രോളിങ് സർക്കാർ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ കയറും, ആളുകൾ കയറും, തീർച്ചയായിട്ടും കയറും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം തന്നെ പറയും, ഇപ്പോൾ പാമ്പ് കയറുന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണ് പാമ്പ് വരുന്നത്? തുറന്നിട്ട ഡോറുകളിൽ, തുറന്നിട്ട ജനലുകളിൽ അല്ലേ? അല്ല, അടച്ചിട്ട മുറിയിലല്ലല്ലോ വരുന്നത്. ഇതോട് ചേർത്ത് മറ്റൊരു കാര്യവും കൂടെ ചോദിക്കാനുള്ളത്, അതായത് ഇപ്പോൾ ഇത്രയധികം സബ്ജക്റ്റ് നമ്മൾ അടിക്കടി വരുന്നു, അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുടെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിനോട് ചേർത്ത് മറ്റൊരു കാര്യം, വിജിത്തമ്പി സാർ, നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഡയറക്ടർ വിജിത്തമ്പി സാർ, അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം സിനിമാ മേഖലയിൽ വളരെ ദീർഘനാളത്തൊരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത സമയത്ത് ഒരു പ്രമുഖ നടി, മലയാളത്തിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നടിക്ക് 100 കോടി രൂപ ഓഫറാണ് ഈ മതം മാറ്റത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നൽകിയത് എന്നതാണ്. അപ്പം അതായത് നേരത്തെ മാധവിക്കുട്ടിയുടെയൊക്കെ സാധ്യതകൾ പരിഗണിച്ചാൽ അത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഒരു ചെയിൻ ഈ കണ്ണി ഇങ്ങനെ വലം ചുറ്റി വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് കൃഷ്ണൻ മുതൽ ഇതുവരെ നോക്കി കഴിഞ്ഞ ഒരു ചെയിൻ. അപ്പോൾ ഇത്തരം ഒരു ചെയിന് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവാൻ? അല്ല, ഇതിപ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഈ മതം മാറ്റുക എന്ന് പറയുന്നതിനകത്തൊരു പല തരത്തിൽ, ഇപ്പം ഡിജിറ്റൽ ജിഹാദ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ TCS-ൽ നടന്ന കണ്ടു. അപ്പോൾ ഇങ്ങനെ ഈ പല തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണോ ഇത്? ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളിന് ഇതിനകത്ത് ബെറ്റുണ്ട് കേട്ടോ, പന്തയങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹിന്ദുവായിട്ടുള്ള ഒരു സിനിമാ നടിയെ കൊണ്ടുവന്നാൽ ഇത്ര രൂപ തന്നേക്കും, ഇനാം തരും, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. കാരണം ഇതൊരു വേറൊരു ഫീൽഡാണ്, ഒരു മത്സരത്തിൻ്റെ മറ്റൊരു തലത്തിലേക്കാണ്. ഇപ്പോൾ മാധവിക്കുട്ടിയെ കൊണ്ടുപോയാൽ കുറച്ച് പേരെ കൂടെ കൊണ്ടുപോകാം, മാധവിക്കുട്ടി വരെ മാറി, പിന്നെ നമുക്ക് മാറിക്കൂടാത്തതൊന്നും സാധാരണ ആളുകളെ മാറുമോ? അങ്ങനെ ഒരു 100 പേര് ഇങ്ങോട്ട് വരുമോ? അല്ലെങ്കിൽ അവർ ഒരു മതത്തിലേക്ക് കിട്ടുമോ? ഒരു സിനിമാ നടിയെ മാറ്റിക്കഴിഞ്ഞാൽ ആ സിനിമാ നടി വരെ പോയി നമുക്കെന്തുകൊണ്ട് പോയി കൂടാന്ന് സാധാരണ ജനങ്ങൾ സോഷ്യൽ ഇൻഫ്ലുവൻസർമാരാണ് ഈ സിനിമാ നടികളും മാധവക്കുട്ടിയൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞു പിടിച്ച് മതം മാറ്റം നടത്തുന്നതിന് കുറച്ച് പണം കൂടുതൽ. ഇപ്പോൾ 100 പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗ്ഗക്കാരെ പിടിച്ച് 1 കോടി രൂപ കൊടുത്ത് മാറ്റുന്നതിനേക്കാൾ നല്ലത് ഒരാളിന് 100 കോടി രൂപ ഒരാളിന് കൊടുത്ത് മാറ്റി അയാളെ കെയർ ഓഫിൽ 1000 പേര് വരുമെങ്കിൽ അതിലെ ലാഭം തിരിച്ചു ചിന്തിച്ചാൽ. അപ്പോൾ നമ്മൾ ഒരു കണക്ക് വെച്ച് തിരിച്ചു ചിന്തിച്ചു. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള, ഞാനതാ പറഞ്ഞത്, ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നാനാത്വത്തിൽ ഏകത്വമുള്ളത് കൊണ്ടും ഇവിടെ വലിയ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളത് കൊണ്ടും
വലിയ മതസ്വാതന്ത്ര്യവും നിരാസത്തിനും എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള മണ്ണാണ്. അതുകൊണ്ട് ആ മണ്ണിൽ ആര് കയറും? എല്ലാ പുഴുക്കളും എല്ലാ കുഴപ്പക്കാരും ഇവിടെ കയറും. ഇത് ശ്രദ്ധിക്കേണ്ടതും ഇത് കുടുംബങ്ങളും വ്യക്തികളുമൊക്കെയാണ് ഇതിനകത്ത് ശ്രദ്ധിക്കുക. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ ശ്രദ്ധിച്ച് മാറണം, ചെയ്യരുതെന്നൊക്കെ പറയാനുള്ള ഒരു സെൻട്രലൈസ്ഡ് ഡയറക്ഷൻ കൊടുക്കാൻ ഒരു സംവിധാനം ഹിന്ദു സമാജത്തിനില്ല. ഒരു ആചാര്യനോ അല്ലെങ്കിൽ ഒരു കൂട്ടാചാര്യന്മാരോ അല്ലെങ്കിൽ പള്ളി പോലെ അമ്പലത്തിലോ ഒന്നും അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ തമാശയുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ബിഗ് ന്യൂസിൽ പോയിട്ടുള്ള വേണു ഉണ്ടല്ലോ, നേരത്തെ മാതൃഭൂമിയിലും മീഡിയ ഉള്ളത് വേണു, അതായത് ഉണ്ണി ബാലകൃഷ്ണൻ്റെ അനിയൻ വേണുവിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ട്. അതിൽ വേണു പറയുന്നത് എന്താണ്? ഹിന്ദു ക്ഷേത്രങ്ങളിൽ 3 നേരം അന്നദാനം കൊടുക്കുന്നു, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് അന്നദാനം കൊടുക്കുന്നു, പരമാവധി സമയം ആളുകളെ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധിപ്പിച്ച് സ്ത്രീകളെ നിർത്തുന്നു. അതൊരു വലിയ അജണ്ടയാണ്. എന്താ അജണ്ട? പാവപ്പെട്ട വീട്ടിലെ ഹിന്ദു സ്ത്രീകൾക്ക് ഇന്നലെ വരെ അവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അമ്പലം ഭക്ഷണം കൊടുക്കട്ടെ, അവർ ഭക്ഷണം കഴിക്കട്ടെ. അത് ഭയങ്കര അജണ്ട. അപ്പം ഞാൻ പറഞ്ഞത് സംഘടിതമായ രീതിയിൽ ഹിന്ദു മതത്തിനകത്തുള്ളവരും നാമം കൊണ്ട് ഹിന്ദു നാമധാരികളായ ആളുകളും ഇതിൻ്റെ അകത്ത് മാരീജൻ്റെ വേഷം കെട്ടി ഇതിനെ തകർക്കാൻ നടക്കുന്നുണ്ട്. വെളിയിലുള്ളവരും ഇതിനെ തകർക്കാൻ നടക്കുന്നുണ്ട്. അകത്തുനിന്നുള്ള സാധുക്കളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ ഇതൊന്നും അറിഞ്ഞില്ലേ കണ്ടില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നമ്മൾ ഇതിനകത്ത് കൊണ്ട് തലവെച്ച് നാളെ കേസും വഴക്കും കാണുമെന്നാവില്ല. അതൊക്കെ ദൈവം നോക്കിക്കോളും, നമുക്കിതിലൊന്നും ഒരു പങ്കുമില്ല എന്നുള്ള നിലയിൽ ഒരു വിഭാഗം ആളുകൾ സമാധാനമായിട്ട് ഈശ്വര എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നാരായണ എന്ന് വിളിച്ചിട്ട് ദൈവത്തിനെ പ്രാർത്ഥിച്ചിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം. ആ ഭൂരിപക്ഷത്തിൻ്റെ പുറത്താണ് ആര് കയറുന്നത്? ഈ ന്യൂനപക്ഷം ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടി കയറിപ്പോയി കൺഫ്യൂഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ജാഗ്രതകൾ ഉണ്ടാകട്ടെ ഈ വിഷയങ്ങളിൽ ഒക്കെ എന്ന് മാത്രമേ പറയാനുള്ളൂ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.